ഡോക്ടർ, അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, മിക്കവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മുടി കൊഴിച്ചില്, താരൻ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എല്ലാ ന്യൂട്രീറ്റീവ് കമ്പോണൻസും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിലിറ്റി ഉള്ളതും ധാരാളം ലഭിക്കുന്നത്, എന്നാലോ വലിയ പൈസ ഇല്ലാത്തതും ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാണുന്ന, നമ്മളെന്നാൽ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു ധാതുക്കളുടെ ഒരു കലവറ എന്ന് പറയുന്ന വളരെയധികം നമ്മുടെ ബോഡിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ രാജ്യത്ത് വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗാണ് മുരിങ്ങ എന്ന് പറയുന്നത്. ആ മുരിങ്ങയെ പറ്റി നമുക്ക് ധാരാളം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മുരിങ്ങ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ദിവസം പ്രതി, കാരണം പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ നമ്മൾ വലിയ ഭക്ഷണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് മുരിങ്ങയുടെ ഇല, പയറിന്റെ ഇല, മത്തങ്ങയുടെ ഇല, അങ്ങനെ ഇലക്കറികൾ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് മുരിങ്ങയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് സൗന്ദര്യ പ്രശ്നങ്ങളില്ല, മുടി കൊഴിച്ചിലില്ല, ധാരാളം മുടി ഉണ്ടാവും. പണ്ടത്തെ അമ്മമാരെ കണ്ടല്ലോ കണ്ടമാനം മുടിയായിട്ടൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ അവര് ഈ മുരിങ്ങയുടെ ഇല കണ്ടമാനം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുരിങ്ങയാണ് ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ്. അതിനകത്ത് കണ്ടമാനം വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. വൈറ്റമിൻ എ, B1, B2, B6, അതുപോലെ വൈറ്റമിൻ സി കണ്ടമാനം ഉണ്ട്. അതുപോലെ മഗ്നീഷ്യം, കാൽസ്യം, അയേൺ, സിങ്ക്, പൊട്ടാസ്യം, അങ്ങനെയുള്ള എല്ലാ, അതുകൊണ്ടെന്ന് പറഞ്ഞ ഒരു ധാതുക്കളുടെ ഒരു കലവറ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അത് കഴിക്കാം. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ക്ഷീണം, തളർച്ച, ബ്ലഡ് കുറവ്, അതുപോലെ എന്താ പറയാ, കാൽസ്യത്തിന്റെ പ്രോബ്ലം ഉണ്ട്, കൈ കാലുകൾക്ക് ഉണ്ടാവുന്ന വേദന, മസിൽ സ്ക്രാമ്പ്, മസിൽസിൽ ഉണ്ടാവുന്ന വേദന, മസിൽ കയറ്റം, അതുപോലെ വയറ് സംബന്ധമായ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഒന്നും ഉണ്ടാവാതെയും കൂടി നോക്കുന്ന വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളിലും ഒരു മുരിങ്ങയുടെ ഒരു മരം ഉണ്ടാവും എന്നുള്ളതായിരിക്കും അല്ലെ? അപ്പൊ മുരിങ്ങയില കറി വെച്ച് കഴിച്ചാൽ ഞങ്ങൾക്ക് ഈ സപ്ലിമെന്റ്സ് ആവശ്യത്തിന് കിട്ടില്ലേ എന്നൊരു സംശയം ഉണ്ടാവാലോ. മുരിങ്ങയുടെ ഇല കഴിച്ചാൽ മതിയാവും, അത് ഞാൻ ഉറപ്പായിട്ട് പറയണം. പക്ഷെ നമുക്ക് എത്ര ദിവസം മുരിങ്ങയില കറി വെച്ച് കഴിക്കാൻ പറ്റും? ഇന്ന് രാവിലെ മുരിങ്ങയില കറി വെച്ചു, വൈകുന്നേരം മുരിങ്ങയില കറി വെച്ചു, നാളെ വൈകുന്നേരം. അത് എല്ലാവർക്കും അത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല, പക്ഷെ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് മാത്രല്ല, ഈ എല്ലാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് സ്ട്രൈറ്റ് ആക്ട് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ടാവും. ഒപ്പം തന്നെ അതിന്റെ കൂടെ വേറെ കുറെ ആൽക്കലോയിഡ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്, മുരിങ്ങയുടെ ഇലയുടെ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആ എക്സ്ട്രാക്ട്, അതിന്റെ ആൽക്കലോയിഡിനെ മാത്രം എടുത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് മാത്രമല്ല, ഒരു ടേസ്റ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് രാവിലെ വൈകുന്നേരം ഓരോ ടാബ്ലറ്റ് കഴിച്ചാൽ അതിന് നമുക്ക് ആ മുരിങ്ങയുടെ ഇല, അതുപോലെ തന്നെ നമ്മൾ ഒരു 5 കിലോ മുരിങ്ങയുടെ ഇല എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഒരു ടാബ്ലറ്റ് എന്നുള്ളത്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്, ഒരു ടാബ്ലറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അത്രയും മുരിങ്ങയുടെ ഇല നമുക്ക് കഴിക്കാൻ സാധ്യമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്ട്രാക്ട് ടാബ്ലറ്റ് ആയിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾക്കും, ഇപ്പൊ ഒമേഗ 3 ആയാലും മുരിങ്ങ ആയാലും വൈറ്റമിൻ സി ആയാലും അതിന്റെയൊക്കെ ടാബ്ലറ്റ് ഫോം കഴിക്കുന്നതിന്റെ ആവശ്യകത. ഒന്ന് ടേസ്റ്റിന്റെ പ്രോബ്ലം, ഒന്ന് അവൈലബിലിറ്റി, ഒന്ന് പ്രിപ്പറേഷൻ, അതൊക്കെ അതിന്റെ കാരണങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇത് കൂടുതൽ ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ മുരിങ്ങയുടെ ഇല വേറെ 1-2 കാര്യങ്ങളുണ്ട്. നമ്മള് കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്നതിനെ ഡിവിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിളർച്ചയ്ക്ക്, നേരത്തെ പറഞ്ഞ പോലെ ബോഡി വെയിറ്റ് കുറയാൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം, അതായത് സെക്ഷൽ കോണ്ടാക്ട്സിനെ അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് റോള് ഈ മുരിങ്ങ കൊണ്ട് നമുക്ക് സാധിക്കും. മുരിങ്ങയുടെ ഇലയും അതുപോലെ മുരിങ്ങക്കായ, നമ്മൾ പലപ്പോഴും തമാശയിൽ പറയുന്നത് പോലെ തന്നെ മുരിങ്ങക്കായ്ക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടന്റ്. പല ആയുർവേദ മെഡിസിൻസിലും മുരിങ്ങക്കായയുടെ എക്സ്ട്രാക്ട് കൊണ്ട് ഉണ്ടാക്കുന്നത്. അത് സെക്ഷൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ ഇൻഫെർട്ടിലിറ്റിയിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതുപോലെ മുരിങ്ങയുടെ തൊലി, നമ്മളെ കാലുമ്പോ നീര് വരിക, ശരീരഭാഗങ്ങളിൽ ഉണ്ടാവുന്ന നീരിനെയും ഒക്കെ അബ്സോർബ് ചെയ്ത് കളയാൻ കിഴിയായിട്ട് ഉപയോഗിക്കുമ്പോഴും, ഞാൻ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് പറയുന്നത് കിഴിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ കിഴിയുടെ
ഈ മുരിങ്ങയുടെ തൊലി നമ്മൾ ചതച്ച് കിഴിയായിട്ട് നമ്മൾ ചൂട് വേദനയുള്ള ഭാഗത്ത് ചൂട് പിടിക്കാനും ഈ മുരിങ്ങയുടെ തൊലി അരച്ച് കുഴമ്പ് പോലെ ആയിട്ട് ലേപനം ചെയ്യാനും അതുപോലെ മുരിങ്ങയുടെ ഇല അരച്ച് ലേപനം ചെയ്യാനും ഉപ്പ് ചേർത്ത് ലേപനം ചെയ്യാനൊക്കെ അത്രയും മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും മുരിങ്ങയുടെ വേരായാലും തൊലിയായാലും ഇലയായാലും പൂവായാലും കായായാലും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് റോള് ഉണ്ട് നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് മുരിങ്ങ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ്. നമ്മൾ സൗന്ദര്യ വർദ്ധക വസ്തുവായിട്ട് കൂടി നമ്മൾ മുരിങ്ങ ഉപയോഗിക്കും.